അപ്പോൾ 2 ദിവസം കൊണ്ട് വീഡിയോയൊന്നും ഇവിടെയൊക്കെ ഇല്ലായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ നനഞ്ഞായിരുന്നു. അപ്പോൾ ശ്വാസം മുട്ടും പനിയൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. അപ്പോഴേ ഇന്ന് ഞാൻ എടുക്കാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് കണ്ണിമാങ്ങ ഉപ്പിലിടുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 2 മാസമെങ്കിലും ആയി കാണും. അപ്പോൾ നമുക്കിന്ന് അതെടുത്തൊരു കണ്ണിമാങ്ങ അച്ചാറിട്ടാലോ. അപ്പോൾ നമുക്ക് നേരെ അടുപ്പിൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയാണ് അച്ചാറിൻ്റെ ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കണം. ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മളെ നല്ലെണ്ണ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെണ്ണ ഒന്ന് മാറ്റി വെക്കണം. എണ്ണയിൽ നമുക്ക് കരിയാപ്പാലയും വറ്റൽ മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചൂടാവും. നല്ല മഴ വരുന്നതുകൊണ്ട് ആകെ ടെൻഷനാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റൂല. കരിയപ്പള്ളിയും വറ്റൽ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേ. ഇത് ഉലുവയും കടുവും കൂടെ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതിലോട്ട് നമ്മളെ കണ്ണിമാങ്ങയുടെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കണ്ണിമാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കണ്ണിമാങ്ങ അച്ചാറിന് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതുപോലെ കഴിയുമ്പോൾ നമ്മളെ കണ്ണിമാങ്ങ അച്ചാർ റെഡിയാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് കായമാണ്, പൊടിക്കായം. അപ്പം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാത്രത്തില കുപ്പിക്കാത്ത ഒന്നിലും വെള്ളത്തിൻ്റെ ഒരു ഈർപ്പ് പാടില്ല. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ കണ്ണിമാങ്ങ അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ ഈ കുപ്പിക്കകത്താണ്. അപ്പം നമുക്ക് ഈ കുപ്പിക്കകത്ത് നമ്മൾ അച്ചാർ നിറയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചൂടാക്കിയത് കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയാണ്. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണ കയറ്റി കൊടുക്കാം. ഇനി നമ്മൾ അച്ചാർ ഇതിലോട്ട് നിറയ്ക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു വാഴയില, വാട്ടിയ വാഴയിലയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ വാഴയില ഒന്ന് ഇറക്കി കൊടുക്കണം കുപ്പിക്കകത്തോട്ട്. എന്നിട്ട് നമ്മൾ ബാക്കി ഇരിക്കുന്ന നല്ലെണ്ണയും കൂടെ ഈ ഇലയിലോട്ട് ഒന്ന് വീഴ്ത്തി കൊടുക്കണം. ഇനി അടക്കുമല്ലോ, ഒന്ന് അടച്ച് കാറ്റൊന്നും കയറാതെ വയ്ക്കും. അപ്പോൾ നമ്മളെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാറിൽ ഞാൻ ഈ വാഴയില വെച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ആഴ്ച ആയാലേ ഈ മാങ്ങ എടുക്കുള്ളൂ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഈ വാഴയിലയും മാങ്ങയിലയൊക്കെ ഒരു നല്ലൊരു മണം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വാഴയില ഇതിൽ വെച്ചേക്കണത്. അപ്പോഴേ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളും ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കണം. ടാറ്റാ.